തിരുവനന്തപുരം കോട്ടൂരിലെ ആന പരിപാലന കേന്ദ്രത്തിൽ പാപ്പാന് ദാരുണാന്ത്യം. പാപ്പാനെ ആന വെള്ളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ബാലരാമപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ദാരുണ സംഭവം. കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിൽ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, രക്ഷപ്പെടുത്താനൊന്നും കഴിയാത്ത വിധം ഒരു സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആന ഇടഞ്ഞത് തന്നെയാണോ, അതല്ല അബദ്ധത്തിൽ സംഭവിച്ചതോ മറ്റോ ആണോ? ഗോകുല, ആന വിരണ്ടതാണ്. അത് തിരുവനന്തപുരം കോട്ടൂർ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലാണ് ഈ സംഭവമുള്ളത്. ഈ ആന പരിപാലന കേന്ദ്രത്തിൽ നിരവധി ആനകളുണ്ട്. അവരെ ഏറ്റവും അടുത്തറിഞ്ഞ് പരിപാലിക്കുന്ന പാപ്പാന്മാർ, ഒന്നാം പാപ്പാന്മാരും രണ്ടാം പാപ്പാന്മാരും മൂന്നാം പാപ്പാന്മാരും ഒക്കെ അവിടെ ഉണ്ട്. ഈ ആനകൾ അവരുമായി അത്ര ചങ്ങാത്തത്തിലും സൗഹൃദത്തിലുമാണ് അവിടെ കഴിയുന്നത്. എന്നും രാവിലെ അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന പതിവുണ്ട്. ഈ പരിപാലന കേന്ദ്രത്തോട് ചേർന്ന് തന്നെയാണ് നെയ്യാർ ജലസംഭരണി. ഈ നെയ്യാർ ജലസംഭരണിയിലാണ് ആനകളെ പതിവായി കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. ഇന്ന് മനു എന്നൊരു ആനയെ കുളിപ്പിക്കാൻ വിഷ്ണു, അതിൻ്റെ ഒന്നാം പാപ്പാനായ വിഷ്ണു കൊണ്ടുപോകുമ്പോഴാണ് മനു അക്രമാസക്തനാകുന്നതും വിരളുന്നതും. ഈ ഒന്നാം പാപ്പാനായ വിഷ്ണുവിനെ അതിൻ്റെ തുമ്പിക്കൈക്ക് വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു ഈ പാപ്പാനെ എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ലോപ്പായ ഒരു പ്രദേശമാണ്, ജലസംഭരണി സ്ലോപ്പായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ ആഴത്തിലേക്ക് വിഷ്ണുവിനെ ചവിട്ടി താഴ്ത്തി വെക്കുകയായിരുന്നു. മുകളിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാത്ത തരത്തിൽ ഈ വെള്ളത്തിനടിയിലായിപ്പോയി ഒന്നാം പാപ്പാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ ഈ പാപ്പാനെ രക്ഷിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ജീവനക്കാരും മറ്റു സഹപാപ്പാന്മാരും ഒക്കെ ശ്രമം നടത്തിയെങ്കിൽ പോലും ഈ വിരണ്ട ആന ഇതിന് വട്ടം ചുറ്റി വെള്ളത്തിൽ തന്നെ കുറച്ച് സമയം നിലയുറപ്പിച്ചതാണ് ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായത്. അതിനു പിന്നാലെയാണ് വലിയ ശ്രമകരമായ ജോലിക്കൊടുവിലാണ് ഈ വിഷ്ണുവിനെ ഇവിടെ നിന്ന് പുറത്തെടുത്ത് വനം വകുപ്പിൻ്റെ തന്നെ വാഹനത്തിൽ ആയനാട്ടത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിക്കുമ്പോൾ തന്നെ അത്യസന്ന നിലയിലായിരുന്നു വിഷ്ണു. ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. 25 വയസ്സേ ഉള്ളൂ വിഷ്ണുവിന്. വിഷ്ണു ബാലരാമപുരം വെങ്ങാനൂർ സ്വദേശിയാണ്. വിഷ്ണു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ താൽക്കാലിക ജീവനക്കാരനായി പാപ്പാൻ ജോലി ചെയ്യുകയാണ്. ആനയുമായി അടുത്ത ബന്ധം വിഷ്ണുവിനുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വലിയ ഞെട്ടലിലാണ് ആ ജീവനക്കാരടക്കം. എന്താണെങ്കിലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് വനം വകുപ്പ് ഒരുങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, വിഷ്ണുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോട്ടൂരിലെ ആന പരിപാലന കേന്ദ്രത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ആനയുടെ ചവിട്ടേറ്റ് വെള്ളത്തിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു വിഷ്ണു എന്ന പാപ്പാൻ. അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.